Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ റോണ്ടി എന്നാണ് പറയുക. റോണ്ടി അല്ലെങ്കിൽ ഡയമണ്ട് കട്ട്സ്. അതിനാവശ്യമായിട്ടുള്ളത് ഒരു 1/2 കിലോ മൈദയാണ് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് ഒരു 2 സ്പൂണോളം മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി വേണം. കായ അധികം ആവരുത്, അതിൻ്റെ ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. അധികം ചേർത്താൽ അതിൻ്റെ ഒരു കുത്തൽ വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം കായപ്പൊടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് എള്ളാണ്. എള്ള് ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ടാണ് ചേർക്കുന്നത്. ഇതാ ഇത്രോളം മതിയാകും. എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കൊരു ടേസ്റ്റിന് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് എന്ന് വെച്ചാൽ ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചുകൂടി കട്ടിയുള്ള പരുവത്തിൽ പച്ചവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിതിപ്പോൾ കുഴച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുഴച്ചിട്ട് ഒരു 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. ഇനി ഇതിന് നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കണം. നമ്മളിതിപ്പോൾ ഇവിടെ ഓരോ ഉരുളകളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ചപ്പാത്തിയുടെയൊക്കെ ഉരുളയുടെ വലിപ്പത്തിൽ. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ചെറിയ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എണ്ണ ഇപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാം ഓയിലോ വേറെ എന്തെങ്കിലും എണ്ണ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ട് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം എണ്ണയിൽ മുങ്ങി വേണം ഇത് വരാനായിട്ട്. കുറച്ചൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കെടുത്ത് മാറ്റാം. ഇതിപ്പോൾ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം, എണ്ണയിൽ മാറ്റാം. ഇതവിടെ നമ്മുടെ ഡയമണ്ട് കട്ട്സ് റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും ഇതവണ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
ബൈ.